ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാ പോണേന്നറിയോ ഗായ്സ്? തുമാമയില്ല കറാമ്പിള്ളിക്കാണ് ഞങ്ങൾ ഇന്ന് പോണത്. അവിടെ തലശ്ശേരിക്കാമില് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഈശ്വരൻ്റെ ഫാമിലിയും ഞങ്ങളെ ഫാമിലിയും കൂടിയിട്ട് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ പോവേണ്. ഞാൻ ഇന്ന് ഈശ്വരൻ്റെ വീട്ടിലാട്ടോ നിന്നത്. ഈശ്വരൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത്. ഒരു ദിവസം ഈശ്വരൻ്റെ വീട്ടിൽ നിൽക്കാന്ന് വിചാരിച്ചോണ്ടാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗായ്സ്. ഇനി എന്താ ഞങ്ങള് അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആട്ടോ. ഇത് കിഡ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാമാണ് കേട്ടോ. ഫുള്ളും കിഡ്സിൻ്റെ ആക്ടിവിറ്റി ആണ് കേട്ടോ അവിടെ നടക്കണത്. ആരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവരൊക്കെ കമന്റ് ചെയ്യണേ. ഞങ്ങൾ പോണ സമയത്ത് നല്ല തണുപ്പാണ് ഗായ്സ്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു ലീഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ശല്യ ചൂച്ചും ശല്യം ഉണ്ണിയും കൂടിയിട്ട് അങ്ങോട്ട് ഒറ്റ അതിനുള്ളിൽ മനുഷ്യനുണ്ടായിരുന്നു. അമ്മക്ക് അതിനെ നല്ല ഇഷ്ടപ്പെട്ട് അമ്മനെ നല്ല ഇഷ്ടമായി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അതിനുള്ളിൽ കയറാൻ പോകുന്നു കേട്ടോ. ചൂച്ചില് വീഴില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഫസ്റ്റ് ഓടി. അവിടെ ഞങ്ങൾ ചെന്ന് പോണ സമയത്ത് തന്നെ ചൂച്ചൊറ്റ ഓടി ഉണ്ടാന്ന്. ഞങ്ങൾ കുറച്ച് അവനെ പിന്നാലെ പിടിക്കാൻ പോയപ്പോ കിഡ്സിന് പറ്റിയ പ്രോഗ്രാംസ് ഒക്കെ നടക്കണ്ടാന്ന്. എന്നുവെച്ചാൽ പൈപ്പ് ശരിയാക്കുക, പിന്നെ ഡ്രോയിങ്സ്, പിന്നെ ഹൗസ്, അതുപോലത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാന്ന്. ഞാൻ ഈശ്വരം ഇങ്ങനെ കയറി അത് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യൂല. ചൂച്ചന്മാരാണെങ്കിൽ വേറെ എവിടെ, ഞാനാണെങ്കിൽ വേറെ എവിടെ. പിന്നെ ചാടണ ഒരു സ്ഥലമുണ്ട്. ചാടി പോയാൽ ഇങ്ങനെ മാർക്ക് കിട്ടും. അതിൽ ഞാനും അമ്മാലും ഈശ്വരൊക്കെ ചേർന്ന് ഇതിൻ്റെ മേലെ നമ്മളിങ്ങനെ ചാടി കളിച്ചാൽ നമുക്ക് ചാർജ് പോലെ അവിടെ ഫീല് കിട്ടും. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ചാടുമ്പോൾ ചാർജ് അവിടെ പോലെ ആവും. നമ്മൾ നന്നായി ചാടണം, അപ്പോൾ ചാർജ് പോലെ ആവും. അതിന് നമ്മൾ ഫിനിഷ് ലൈൻ എത്തിയാൽ നമുക്ക് മനസ്സിലാവും അത് ഫുള്ളായാലാണ് ഫിനിഷ് ലൈൻ എത്തുള്ളൂ. ആദ്യം അമ്മാല് പോയിട്ടാ. ഞങ്ങളെല്ലാവരും പറയുന്നുണ്ട് ചൂച്ചുവിൻ്റെ അടുത്ത് ആക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ചൂച്ചു പോകണില്ല. ചൂച്ചു മടിക്കാരൻ അവിടെ നിൽക്കുക, അവിടെ ബലിക്കുന്ന തോളത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മാലെ ടൈം ഇനി ഞാനും ഈശ്വലാണ് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടാതെ ഈശ്വല എന്നാലും നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം ചാടുമ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ കൊണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാനാണ് ഈ താഴേക്കും അതിനെ ആ സ്ഥാനത്തുമൊക്കെയാണ് നോക്കണത്. അപ്പോൾ ഫസ്റ്റായത് ആരാ നോക്കട്ടെ. അപ്പം ആരാ ഫസ്റ്റായത്? ഞാൻ ഈശ്വലും അട്ടനങ്ങനെ രണ്ട് പേര് ഒരുമിച്ച് ഫസ്റ്റായി. അവിടെ ഓരോ ആക്ടിവിറ്റി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണതൊക്കെ പോയിട്ട് ചെയ്യുക. അല്ലാത്തതൊന്നും ഞങ്ങൾ പറ്റാത്തതൊന്നും ഞങ്ങൾ ചെയ്യലില്ല കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ഈ സാധനമല്ലേ നമ്മൾ ലൈറ്റിനാക്കണതാണ്. നമ്മൾ കറക്റ്റായിട്ട് ഇതാക്കിയാൽ ലൈറ്റൊക്കെ കത്തും. ഞാൻ കുറേ നേരം ശ്രമിക്കുന്നുണ്ട്, എന്നാലും പറ്റണില്ല എന്നുള്ളു. ഈശ്വലാണെങ്കിൽ രണ്ടെണ്ണം ആക്കുന്നുണ്ട്, ഞാനാണെങ്കിൽ രണ്ടെണ്ണം അങ്ങനെയൊക്കെ ആക്കണേ. അത് പറഞ്ഞു തരൂട്ടെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യണ്ടേന്ന്. ഞാൻ ചെയ്യുമ്പോൾ അവൾ എൻ്റെ നോക്കി ചെയ്യണ്ടാന്ന്, അപ്പം അവൾ ചെയ്യുമ്പോൾ ഞാൻ അവളെ നോക്കി ചെയ്യണ്ടാന്ന്. എൻ്റെതൊക്കെ ബൾബ് കത്തുണ്ടാന്ന്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ അത് മാത്രമല്ലാണ്ട് നമ്മളിങ്ങനെ പഠിച്ചു പോവും. പിന്നെ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം അത് ചെയ്ത് നിന്നിട്ട് ഇറങ്ങി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാർക്കും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് അവിടെ കുട്ടികളെന്താ പ്രോഗ്രാം നടക്കണ്ടാന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു അത് അവിടെ തന്നെ വെച്ചിട്ട്
പോന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഇരിക്കാൻ എന്തായാലും കുറച്ചൊക്കെ പറ്റി. എന്താ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോയത്. എന്താ വെച്ചാലില്ലേ, ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് ചോദിക്കാതെ ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ച് തന്നിട്ട് ഞങ്ങൾ പോയത്. അത് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഫുഡ് തിന്നു. പിന്നെ അത് ഡാൻസും കണ്ട് പിന്നെ എന്തിട്ടൊക്കെ നടക്കണ്ടായിരുന്നു. അറബികളാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കുളങ്കരല്ലേ, അതവിടെ നടത്തിണ്ടാന്ന്. ഞങ്ങളൊക്കെ ചേർന്നതിൽ എന്നാൽ ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല. ഇത് മുഴുവൻ അറബി കുട്ടികളുടെ ഡാൻസാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഏതോ ഒരു അറബി പെൺകുട്ടിയുടെ ഉണ്ണി അതിൻ്റെ സ്റ്റേജിമ്മ കയറി വന്നിട്ടോ. അങ്ങനെ ഞങ്ങളത് കുറേ നേരം അവിടെ നിന്നിട്ട് കണ്ടത്. എന്താ അവർ അറബികളാ സംസാരിക്കണം. അതുകൊണ്ട് എനിക്ക് എന്നിട്ട് അവർ സംസാരിക്കണമെന്നൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ കുറേ കുട്ടികൾ അവിടെ ഡാൻസ് കളിക്കുന്ന സമയത്ത് അവിടെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടില്ലേ ഡാൻസ് കളിക്കുന്നത്. പിന്നെ എന്താ ഞങ്ങൾ കുറേ നേരം കാണുന്ന സമയത്ത് എന്തൊരു മനുഷ്യനുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടില്ല ഒരാള് ഒരു വലിയതാണ്. ഞാൻ വിചാരിച്ചത് അതൊരു കുട്ടികൾ പിത്തക്കാരാണ്. എന്നാലും എനിക്ക് തോന്നിയതാ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇതുണ്ടായത് നിങ്ങൾ നോക്കിയിട്ട് കാണണം കേട്ടോ. അവിടെ ആക്ടിങ് പോലെ കുറെ സാധനങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇരിക്കണ്ടെന്നിട്ട് സാധനങ്ങൾ കിട്ടാനൊക്കെ ടഫാണ്. എന്തായാലും ഒന്ന് തരയണം. ആദ്യം വന്നിട്ട് നോക്കണം, എന്നാലും മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ എന്നിട്ട് ഞങ്ങൾ എന്താ വീണ്ടും അങ്ങോട്ട് തന്നെ പോയിട്ട് അവിടെ ഇരുന്ന് എന്നെ കാണുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. പിന്നെ ഞങ്ങൾ എന്താ അവിടെ നിന്ന് പോയി ഫുഡിൻ്റെ സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയി ഫുഡ് അവിടെ ഇരുന്ന് തിന്ന്. ഞങ്ങൾ ആദ്യം വിചാരിച്ച ആ ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ എന്താ മാജിക് നടക്കണ്ടായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ എന്തൊട്ടാ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തിട്ട് എന്താ ബോട്ടിലില്ലേ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മാല പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തലേക്കുണ്ട്. പിന്നെ എല്ലാവരും ഞാനും ചോദിച്ചും ഇശലും ഉണ്ണിയും കൂടിയിട്ട് കൈ ഇങ്ങനെ കൊട്ടാൻ പോയി. പിന്നെ കൈ കൊട്ടി. പിന്നെ ഞങ്ങൾ അങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ പ്രോഗ്രാമിന് പോയി. ഇത് നമ്മളെ നാട്ടിൽ പാമ്പുങ്കോണി പോലത്തെ സാധനം കേട്ടോ. ഇതൊരു ഗെയിം തന്നെയാണ്. നമുക്ക് ഈ ഗെയിം തന്നെ കളിക്കാം കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ കുട്ടികൾ കളിക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊക്കെ അതിലൊക്കെ കളിച്ചിണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ അതുമ്മ ചവിട്ടാണ്ട് ഇങ്ങനെ കറങ്ങി പോണ സമയത്ത് ചൂച്ചമാലാണെങ്കിൽ അവിടുന്ന് കുരുത്തക്കേട് തുടങ്ങി. ആ സമയത്തിന് മേലക്കൂടെ ഒറ്റോടി. പിന്നെ ഞങ്ങൾ പോയത് ക്രാഫ്റ്റും ഡ്രോയിങ്ങും ഒക്കെ ചെയ്യാൻ. ഞാനാണെങ്കിൽ ഇരുന്ന് ഡ്രോയിങ് ചെയ്യുന്നു. പിന്നെ ചൂച്ചൊക്കെ കിട്ടി സാധനം എടുത്തിട്ട് അതിന് കുറച്ച് കളറൊക്കെ ചൂച്ചൊക്കെ വരച്ച് കൊടുത്തിട്ട് ആക്കുന്നുണ്ട്. ചൂച്ചാണെങ്കിൽ കാർ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടി. പിന്നെ അവിടെ കുറേ ക്രാഫ്റ്റിങ് ഉണ്ടായിരുന്നു. പിന്നെന്താ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കളിക്കാൻ പറ്റണതും നമുക്ക് കൈമ കെട്ടാൻ പറ്റണതും അതുണ്ടായിരുന്നു. പിന്നെ കുറേ ക്രാഫ്റ്റിങ്, ട്രെയിന് എന്നതൊക്കെ പേപ്പർ കൊണ്ടാട്ടം ഉണ്ടാക്കണത്. അങ്ങനെ ഇശലിൻ്റെ ഉണ്ണിയൊക്കെ അവിടെ ഡ്രോയിങ് കളിക്കുന്ന സമയത്ത് ഞാൻ ഇശലിൻ്റെ ഉമ്മ ആണെങ്കിൽ അവിടെ നിന്ന് കോലിടുണ്ടായിരുന്നു. അത് ജയിച്ചാൽ നമുക്ക് ക്യാൻഡി എന്തൊട്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പിന്നെ ഞങ്ങൾക്ക് കൈമ കെട്ടാൻ പറ്റണ സാധനമൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു. ഇശലാണെങ്കിൽ എന്താ അവിടെ ഓൾറെഡി പോയിട്ട് ചെയ്യണ്ടായിരുന്നു. ആ സമയത്ത് ഞാനറിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോയി ചെയ്യാൻ നിൽക്കുന്നത്. നമ്മൾ കൈ കെട്ടാൻ വേണ്ടിയിട്ട് അതിനെ കൈ കെട്ടാൻ വേണ്ടി സാധനമില്ലേ, ആ സാധനം ഉണ്ട് കേട്ടോ അതിൽ. അതുകൊണ്ട് ആ സാധനത്തിലാണ് ഞാൻ കെട്ടുക.
പിന്നെ ആ സാധനം എടുക്കാനൊക്കെ പറ്റും. അപ്പം എനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ആ സാധനം പറിച്ചിട്ട് വേറെ സാധനത്തിന്മേൽ വെക്കണം, ആവശ്യമുള്ള സാധനത്തിന്മേൽ വെക്കണം. അതാണ് എൻ്റെ ഐഡിയ. നല്ല ടഫായിട്ട് അതിനെ എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ സാധനമാണ് അത്. ഈ പെൺകുട്ടിയാണെങ്കിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കെന്നെ പറഞ്ഞു തരാം എന്താ ചെയ്യണ്ടേ അത്. പിന്നെ അത് മാത്രമല്ല എല്ലാവർക്കും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ ഞങ്ങൾ നേരെ പോയത് വാട്ടർ ബോട്ടിൻ്റെ അടുത്താട്ടോ. പിന്നെ അങ്ങോട്ട് പോയിട്ട് എക്സസൈസ് ചെയ്തിട്ട് ചൂച്ചൂന് പിടിക്കാനും ഓടി. ചൂച്ചാണെങ്കിൽ ഒറ്റ പിടിക്കാനോ ഒന്നും പറ്റണില്ല. പിടിക്കാൻ എത്ര ഓടിയാലും പിടിക്കാനൊന്നും പറ്റണില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വേഗം നെക്ലേസാ എന്തോ സ്ഥലത്ത് പോയി. അവിടെ നോക്കുമ്പോൾ ഫോണിനൊക്കെ പോലെ ഉണ്ട്. എന്താ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ആ ഫോൺ കണ്ടിട്ട് ഏത് ഫോണാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏത് ഫോണാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊരു ഐഫോണാണ്. ഐഫോൺ എത്രയെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുന്നു പറയണേ. ഒക്കെ അത് കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളാണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്ന് പോകും കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഫ്രീ ഒന്നുമില്ല. പിന്നെ നെക്ലേസ് ഉണ്ടാക്കി ഞാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ നെക്ലേസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അവിടെ ഞങ്ങൾ പോണ സമയത്ത് കുറേ സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങളങ്ങനെ നടന്ന് പോണ സമയത്താണ് കണ്ടത് കഴിച്ചതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റണത്. അപ്പോൾ നമുക്ക് കഴിച്ചതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റണ കുട്ടികൾക്കൊക്കെ അത് ഉണ്ടാക്കാം കേട്ടോ. അവിടെ നമുക്ക് എന്താ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളാണെങ്കിൽ അങ്ങോട്ട് ഒട്ടോടി. എന്നെ പിടിക്കാൻ തീരെ കിട്ടണ്ട. എന്നെ പിടിക്കാൻ ചിലപ്പോൾ പറ്റുള്ളൂ കേട്ടോ. ദിശനൊന്നും എന്നെ പിടിക്കാൻ പറ്റണില്ല. പിന്നെ ഞങ്ങൾ എന്താ അവിടെ കളിച്ച്. പിന്നെ ഞങ്ങൾ എന്തായാലും നടന്ന് പോണ സമയത്ത് വാഷ്റൂമിൽ പോകണം. അപ്പോൾ ഞങ്ങൾ വാഷ്റൂമിൽ പോണ സമയത്താണ് വേറെ കണ്ടത്. അപ്പോൾ ഇപ്പം തന്നെ ക്ലോസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അങ്ങോട്ട് പോയി. ചോദിച്ചവരൊക്കെ ആണെങ്കിൽ എന്താ അവിടെ കളിക്കണ്ടേ. ഞാനാണെങ്കിൽ ഞാൻ ഏഷ്യയിലാണെങ്കിൽ വേറെ സ്ഥലത്തിൽ പോയി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കളിച്ച്. പിന്നെ അവിടെ നമുക്ക് സാധനം മേടിച്ചൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വെച്ചിട്ട് എന്താ ഒരു ഇട്ടി കൊടുത്താൽ മതി, അത് വീഴും. കല്ല് പോലെ ഉണ്ട്, അങ്ങോട്ട് ചെയ്യണണ്ട അതുപോലൊക്കെ ചെയ്യാൻ നമുക്ക്. പിന്നെ നമ്മൾ വീണ്ടും അവിടെ തന്നെ വെക്കണം. അതാണ് ഇതിൻ്റെ സാധനം. അപ്പം ഞാനാണെങ്കിൽ അങ്ങോട്ട് ഓടി. കിഡ്സിന് വന്നാൽ ഇവിടൊക്കെ കളിക്കാൻ നന്നായി ഇഷ്ടപ്പെടും. ഇങ്ങനെ ബ്ലോക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ചോദിച്ചൊക്കെയാണെങ്കിൽ നല്ല ഹാപ്പിയായി. ഈശ്വരൻ്റെ ഉണ്ണിക്ക് അങ്ങനത്തെ നല്ല ഹാപ്പി ആയിട്ടാണ്. ചോദിച്ചാണെങ്കിൽ വിചാരിക്കുന്നത് ഇതൊക്കെ ഇവിടെ വെക്കും. എന്നിട്ട് വെച്ചതൊക്കെ തട്ടിച്ചിട്ട് വെക്കാൻ പറ്റണതൊക്കെ അവിടെ വെക്കണ്ടേ. അങ്ങനെ അവരെന്താ അവിടെ കുറേ നേരം നിന്നിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം ചൂച്ചി ഷെൻഡും നീ കൂടിയിട്ടുണ്ടാ ആർക്കും കൊടുക്കാണ്ട് അവിടെ ഇരുന്ന് കളിക്കണ്ടായിരുന്നു കേട്ടോ. ഒരാൾ എടുത്തു വെക്കും. അതുപോലെ അവര് ചെയ്ത് കളിക്കണ്ടാന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് കളിക്കണത്. ചൂച്ചാണെങ്കിൽ അമ്മാൾക്ക് എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ അമ്മാൾ ചൂച്ചിക്ക് എടുത്തു കൊടുക്കും. അങ്ങനെയാണ് അവരൊക്കെ കളിക്കണത്. ഞാൻ ഇഷലാണെങ്കിൽ ആ സമയത്ത് ഡ്രോയിങ് ചെയ്യാൻ പോയി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല അവിടെ ലീഫ് ഡ്രോയിങ് വരയ്ക്കാൻ പോയിന്ന്. ഞങ്ങൾ ഡ്രോയിങ് വരയ്ക്കാൻ ശരിക്കും പോയില്ലാന്ന്. എന്നിട്ട് ഞങ്ങൾ എന്നാൽ ഡ്രോയിങ് വരയ്ക്കാൻ പോയെന്ന് വിചാരിച്ചാൽ എന്നാൽ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ലീഫ്. ആ ലീഫിലാണ് ഞങ്ങൾ ഡ്രോയിങ് വരയ്ക്കണത്. ഇഷലും ഞാനും ഡ്രോയിങ് വരയ്ക്കണ്ടായിരുന്നു. ആ സമയത്ത് അവർ വന്നിട്ട് ഡ്രോയിങ് ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം ഡ്രോയിങ് വരയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് ബൾബാണ്. ഇപ്പം ബൾബിന് പെൻസിലാണ് ഉണ്ടാകുന്നത്. പിന്നെ ലീഫ് കിട്ടി. അപ്പം ലീഫിന് എന്നിട്ട് ആ സ്കെച്ച് ഉണ്ടാകുന്നത് രണ്ടിനും രണ്ട് സാധനങ്ങളാണ്. പിന്നെ ഫസ്റ്റ് കളർ പെൻസില്, സെക്കൻഡ് സ്കെച്ചും, പിന്നെ അതിൻ്റെ ഉള്ളിൽ കളറ് പിന്നെ നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് കളറൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് ഞാനും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലീഫിനെ ഫസ്റ്റ് അത് കണ്ട് ഇത് കണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ കുറേ മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരാത്ത മലയാളീസൊക്കെ എന്തായാലും ഇങ്ങോട്ട് വരണം കേട്ടോ. സ്കെച്ച് കൊണ്ട് കൊടുത്തിട്ട് കഴിയണില്ല ഗായ്സ്. പുറത്ത് പോകാൻ കൊടുക്കണം. പിന്നെ സ്കെച്ച് കൊണ്ട് നന്നായി വരക്കണം ചെയ്യണം. പിന്നെ ഞാൻ സ്പീഡിൽ കൊടുത്തിട്ട്
എന്താ ആക്കിണ്ടാന്ന് സ്പീഡിൽ കൊടുക്കണ്ടാന്ന്. ആ സമയത്താണ് എന്ത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് വെക്കാണ സമയത്ത് അമ്മാലും ചൂച്ചും കൂടി കൊടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. ചൂച്ചും അമ്മാലും കൂടിത്തന്നെ അവരെ ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ തീരെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ടോ.